സാക്ഷ്യത്തിൻ്റെ ഒരു വലിയ കൂട്ടം തന്നെയാണ് ഉള്ളത്. സഹോദരിയുടെ ഫാദറിന് പാൻക്രിയാസിനകത്ത് ക്യാൻസർ ആയിരുന്നു. ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ട് കാണത്താൽ ഒരു സമയത്ത് 10 ദിവസം വരെയും ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാത്തൊരവസ്ഥ കൂടെ പോകുന്ന സമയത്താണ് സഹോദരി നമ്മുടെ സഭയിൽ വരാൻ തുടങ്ങി, മീറ്റിങ്ങിന് വരാൻ തുടങ്ങിയ സമയമായിരുന്നു. സഹോദരി സിസ്റ്ററും കൂടെ ചേർന്ന് അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ചു. അതേ സമയം തന്നെ അപ്പച്ചന് 10 ദിവസം വരെ ഭക്ഷണം കഴിക്കാൻ വയ്യാഞ്ഞ അപ്പച്ചൻ അന്ന് ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ചു. ഇന്ന് ഒരു കുഴപ്പവുമില്ലാതെ, ക്യാൻസറിന്റെ ഒരു രോഗം പോലും ഇല്ലാതെ കർത്താവ് അത്ഭുതമായി സഹോദര ഇവർ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവ് അത്ഭുതം ചെയ്തു. നിങ്ങൾ രണ്ടും കയറി വന്ന് സാക്ഷി ഒന്ന് കേട്ടു. എൻ്റെ പപ്പായെ ഒരു വർഷത്തിന് മുമ്പ് പപ്പ മദ്യപിക്കുമായിരുന്നു നല്ലപോലെ. പപ്പായ്ക്ക് അന്നേരം വയറിന് പെട്ടെന്ന് വേദന വരികയും പപ്പായ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ പുഷ്പഗിരി ഹോസ്പിറ്റൽ, എവിടെ ക്യാൻസർ ഉണ്ടായി? പാൻക്രിയാസിലാണ് ക്യാൻസർ. അപ്പോൾ പുഷ്പഗിരി വെച്ച് റിപ്പോർട്ട് തന്നു, പപ്പായ്ക്ക് ക്യാൻസറാണ്, RCC കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷേ പപ്പായ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 ഹോസ്പിറ്റലിൽ റെഫർ ചെയ്തു. ഒന്ന് കൊട്ടിയം ഹോസ്പിറ്റലും ഒന്ന് കാരിത്താസ് ഹോസ്പിറ്റലും തന്നു. പക്ഷെ ഞങ്ങൾ ഡോക്ടറിനോട് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു കൊട്ടിയം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ വെച്ച് എൻ്റെ പപ്പായ്ക്ക് നോക്കിയപ്പം പൂർണ്ണമായിട്ടും ക്യാൻസറാണ് പറഞ്ഞു. 1% എങ്ങാണ്ടേ ഉള്ളൂ ക്യാൻസർ. അത് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് വിട്ടേക്കാണെന്ന് പറഞ്ഞു. പക്ഷേ 4 ലക്ഷം രൂപ മുടക്കി അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ചെയ്താലും ചെയ്തില്ലെങ്കിലും എൻ്റെ പപ്പ 6 മാസമേ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ പപ്പ 10 ദിവസം വെള്ളം പോലും കുടിക്കാതെ, ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ശകലം പോലും വയറ്റിൽ ഇറക്കാൻ പറ്റാതെ എൻ്റെ പപ്പ കഷ്ടപ്പെടുകയായിരുന്നു. പക്ഷേ എൻ്റെ ചേച്ചി ഹെവൻലി ഫിസ്റ്റ് വരുന്ന കോന്നിയിൽ, അപ്പോൾ എൻ്റെ ചേച്ചിയാണ് അവിടെ നിന്നും കൊണ്ട് ഈ കഞ്ഞി എടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു രാത്രിയിൽ. അപ്പോൾ പിറ്റേ ദിവസം എൻ്റെ പപ്പയ്ക്ക് സർജറി ഫിക്സ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ആ കഞ്ഞിയെടുത്ത് പറഞ്ഞു ഹോസ്പിറ്റലല്ലേ ഇത്, പപ്പ ഒന്നും വരില്ല പപ്പേ, നമുക്ക് പ്രാർത്ഥിച്ച് പപ്പായ്ക്ക് കഞ്ഞി തരാം, എന്ത് പറ്റിയാലും നമുക്ക് മരുന്ന് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പപ്പായും ഇരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ചേച്ചി ഇരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ആ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് എൻ്റെ പപ്പ ആ കഞ്ഞി മുഴുവൻ കുടിച്ചു. പക്ഷേ മാത്യപ്പി സാറിനെ വിളിച്ച് പറഞ്ഞു, ഡോക്ടർ ഇതുപോലെ പപ്പ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പപ്പ പറഞ്ഞു, മക്കളെ എനിക്ക് വിശക്കുന്ന, എനിക്ക് വല്ലതും മേടിച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു എണ്ണയുള്ള ഒന്നും കൊടുക്കരുത്, ആവിയിൽ വെച്ചത് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ പപ്പയ്ക്ക് പിന്നെ ഇഡ്ഡലി വാങ്ങിച്ചു കൊടുത്തു. എൻ്റെ പപ്പ അത് 3 എണ്ണം, ഇതൊന്നും ഡോക്ടർ അറിയുന്നില്ല, ഡോക്ടർ റൗണ്ട്സിന് വന്നിട്ടില്ല ആ സമയത്ത്. പിറ്റേ ദിവസം എൻ്റെ പപ്പയ്ക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുക. പക്ഷേ എൻ്റെ പപ്പ അന്ന് ഉച്ചയ്ക്ക് വയറ് നിറച്ച് ആഹാരം കഴിച്ചു, വൈകിട്ടും കഴിച്ചു. ഡോക്ടറിന് ഭയങ്കര അത്ഭുതമായി എൻ്റെ പപ്പ ഇതെങ്ങനെ കഴിച്ചെന്നുള്ളത്. പിറ്റേ ദിവസം സർജറിയുടെ പറഞ്ഞ ദിവസം എൻ്റെ പപ്പ വീട്ടിൽ ഡിസ്ചാർജായി. എൻ്റെ പപ്പ വീട്ടിൽ വന്നു. ഇന്ന് എൻ്റെ പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ 7 വർഷം കൊണ്ട് നടുവിന് വേദനയായിട്ട് ഞാൻ തളർന്നു കിടന്ന വ്യക്തിയാണ്. തളർന്ന് കിടന്നത് എൻ്റെ ഹസ്ബൻഡും വന്നിട്ടുണ്ട്, എനിക്കൊരു മകനുമുണ്ട്. പക്ഷേ 7 വർഷം കൊണ്ട് എൻ്റെ അച്ഛൻ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലുകളില്ല. ലാസ്റ്റിൽ സെഞ്ചുറി ഹോസ്പിറ്റലിൽ മാത്യപ്പി സാറിൻ്റെ അടുത്ത് ചെന്നു. സാറ് നോക്കിയപ്പോൾ സാറ് അന്നേരം തന്നെ പറഞ്ഞത് അവിയൽ പരുവത്തിലാക്കി വെച്ചിരിക്കുക, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലായി. പിന്നെ സ്പൈനലിനായിരുന്നു പ്രശ്നം, പക്ഷെ കണ്ടുപിടിച്ചില്ലായിരുന്നു. മാത്യപ്പി സാറ് കണ്ടുപിടിച്ചു. പെട്ടെന്ന് തന്നെ ചെയ്യണമായിരുന്നു സർജറി. എനിക്ക് ചെയ്തു. സാർ പൂർണ്ണ വിടുതൽ കിട്ടിയായിരുന്നു. പക്ഷെ ഞാൻ എന്തോ ഇച്ചിരി ജോലിയൊക്കെ ചെയ്ത സമയത്ത് അന്ന് കർത്താവിനെ അറിയാതെ നിൽക്കുന്ന സമയമായിരുന്നു, 1 വർഷത്തിന് മുമ്പ്. പക്ഷെ ഞാൻ എന്തോ ജോലി ചെയ്ത് 1 മാസം പോലും ആകുന്നതിന് മുമ്പ് ചെയ്ത സമയത്ത് വീണ്ടും വേദന തുടങ്ങി. അതങ്ങനെ പല പ്രാവശ്യമായി വേദനയായി. എൻ്റെ അച്ചാച്ചന് ഭയങ്കര വേദനയോടുകൂടി ഞാൻ കട്ടിലെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എൻ്റെ അച്ചാച്ചൻ അത് കണ്ടു. TV പ്രോഗ്രാം നമ്മുടെ 2 ഇവിടെ ഉണ്ടോ ബ്രദർ? ഇവിടെ ഉണ്ടോ ബ്രദർ? വന്നേ. We praise you, Jesus. You are so glorious, my Lord. Praise you, Jesus. We give you thanks and we give you praise, my Lord. Praise. We give you all the glory, my Lord. ബ്രദർ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ സിസ്റ്റർ ഉറങ്ങുമ്പോൾ ബ്രദർ കൊച്ചുറങ്ങുമായിരുന്നു. അന്നേരം ബ്രദർ പറഞ്ഞു നടുവേദന അങ്ങനെ കാര്യങ്ങളുള്ളവർ കരം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ എന്താണേലും ഞാനും കിടക്കുമായിരുന്നു. ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ദൈവത്തെ ബ്രദർ പറഞ്ഞതനുസരിച്ച് കൊച്ചിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ നടുവിന് കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതേ അറിയത്തുള്ളൂ. പിറ്റേന്നും ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ പിറ്റേന്നും പറഞ്ഞില്ല, കൊച്ചിനോട് പറഞ്ഞില്ല ഇന്ന പോലൊക്കെ സംഭവം നടന്നു എന്ന് പറഞ്ഞില്ല. കൊച്ച് എഴുന്നേറ്റ് ജോലി ചെയ്യാനും തുടങ്ങി. പിന്നെ പതുക്കെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി എനിക്ക് നടുവിന് വേദന ഇല്ലെന്ന്.
എന്നിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നു. പിന്നെ പതുക്കെയാണ് പറഞ്ഞത്, മോനെ ഇന്നപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു 3 ദിവസം മുമ്പ് ഇതേപോലെ TV പ്രോഗ്രാമിൽ ഞാൻ മറ്റേ കടുവിന് കൈവച്ച് എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി. ജോലി ചെയ്തു തുടങ്ങി, ജോലിയെല്ലാം ചെയ്തു തുടങ്ങി. ഇപ്പം എൻ്റെ വീട്ടിലെ സകല പണിയും ഞാൻ ചെയ്യും. ഇന്നലെ ഇവിടെ വന്നപ്പോൾ എൻ്റെ മുട്ട് നിറച്ച് നീരാ. ഡോക്ടറാണെങ്കിൽ എക്സ്റേ എല്ലാം എടുപ്പിച്ച് നോക്കി. ആ സമയത്ത് പറഞ്ഞു സ്പൈനലിൻ്റെ പ്രശ്നം ചെറുതായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്, ഡോക്ടറിനറിയാം ഡിസ്ക് തള്ളി നിൽക്കുക, ഇപ്പോഴും സ്പൈനലെ വന്ന് മുട്ടി നിൽക്കുകയാണെന്ന് ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു. പക്ഷേ എൻ്റെ കർത്താവ് അതെല്ലാം എടുത്തു മാറ്റി. എൻ്റെ നീരോടാണ് ഞാൻ ഇന്നലെ ഇവിടെ വന്നത്. എൻ്റെ കാല് നിറയെ, എൻ്റെ മുട്ടിന് ഒരു ശകലം പോലും നീരില്ല ഇപ്പം. ഇന്നലെ ഞാൻ നിറച്ച് നീരോടെ എൻ്റെ അച്ഛനെ കാണിച്ചു വന്നത്. ഇന്നലത്തെ മീറ്റിങ്ങിലുണ്ടായ സൗഖ്യം ഉണ്ടായിരുന്നു. ഇന്നലെ മീറ്റിങ്ങിനുണ്ടായിരുന്നു. അന്നേരം കാലിൻ്റെ മണ്ണ മൊത്തം ഇങ്ങനെ താഴോട്ട് നീരായിരുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നീരില്ല. ഇന്ന് രാവിലെ പൂർണ്ണമായിട്ടും ഉണങ്ങി. സാധാരണ മെലിഞ്ഞങ്ങനെ ഇരിക്കുന്ന അതുപോലെ തന്നെ ഇരിക്കും. സാധാരണ ഉള്ളവരുടെ മുട്ടുപോലെ തന്നെയായി എല്ലാം. ഭയങ്കര ഡോക്ടറിന് അറിയാവുന്ന ഇത് തോമസ് ബ്രദറെ, ആദ്യത്തെ അത്ഭുത സാക്ഷ്യം ഞാൻ മെഡിക്കലി പറയുകയാണ്. സിസ്റ്ററിൻ്റെ ഫാദറിൻ്റെ, തോമസ് ബ്രദറും ചർച്ചിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പം മെഡിക്കലി ആ സ്കാൻ കണ്ടപ്പം അതൊരു 99.9% പാൻക്രിയാസിൻ്റെ ക്യാൻസർ പോലെ, അതൊരു C ഷേപ്പിലാണ്. അത് ഞാൻ സ്കാൻ കണ്ടു. അതിൻ്റെ കൂട്ടത്തിൽ ഓങ്കോ സർജൻസ് കണ്ടു. GI സർജനാണ്, MCH GI സർജന് വേണ്ടിയാണ് അങ്ങോട്ട് റെഫർ ചെയ്തത്. ആ ഡോക്ടറും കണ്ട് എല്ലാവരും 10 ദിവസമായിട്ട് കഴിക്കുന്നുമില്ല, ഒരാഹാരവും കഴിക്കാതെ പല ദിവസമായിട്ട് ആ വ്യക്തി വിശന്ന് ദാഹിച്ച് കിടക്കുക. അത് അനുഭവിക്കുന്നവർക്കറിയാം ഞാനിപ്പോൾ പറയുന്ന കാര്യം. ആഴ്ചകളും മാസങ്ങളോളം വിശന്ന് കിടക്കാം, ഒന്നും കഴിക്കാൻ പറ്റില്ല. അവർക്ക് രോഗം പാൻക്രിയാസിന് വരുന്നവർക്കാണോ ഇങ്ങനെ വരുന്നത്. ഇനി അതിൻ്റെ ഒരു 0.01% ചാൻസ് ഉണ്ട് ഒരു ആൽക്കഹോളിക് പാൻക്രിയറ്റൈറ്റിസ് വരാൻ ഈ ക്യാൻസറിന് പകരം. പക്ഷെ ഇത് സ്കാൻ കണ്ടാൽ ടിപ്പിക്കലാന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും, പക്ഷെ അത് ഒരിക്കലും 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറോ ഉണ്ടോ ഇഡലി തിന്നുക, ആഹാരം കഴിക്കുക നടക്കുകയല്ല. ഗ്ലൂക്കോസ് വെള്ളം കുടിച്ച് കുറെ ദിവസം ക്രമേണ പുള്ളിക്കാരൻ പിറ്റേ ദിവസം ഇറച്ചിയും നോൺ വെജും കഴിച്ചു തുടങ്ങി. ഒരിക്കലും അന്ന് തന്നെ ഹോട്ടലിൽ നിന്ന് കഴിക്കുമായിരുന്നു. തിരിച്ചു വന്നപ്പം ഞങ്ങൾ കഴിച്ചതിലും കൂടുതൽ പപ്പ 2ാമത് മേടിച്ച് കഴിച്ചു. 3ാമത് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നാണം കൊണ്ട് മേടിച്ചില്ലേ. ഈ വചനം കേട്ട